നിങ്ങൾ വാർത്ത കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ആ വാർത്ത കൊടുക്കുമ്പോൾ വിളിച്ചൊന്ന് ചോദിക്കേണ്ടത്. ഇപ്പോൾ 18 20 സ്ഥലത്ത് എൻ്റെ പേരും ഫോട്ടോയും വെച്ചിട്ടുണ്ട്. ഞാൻ 2 പരിപാടിയിലാണ് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന് ശ്രീകണ്ഠേശ്വരം പാർക്കിനുള്ളിൽ നടന്ന വൃക്ഷത്തൈ നടൽ പരിപാടി, ശ്രീകണ്ഠേശ്വരം വാർഡിൻ്റെ പരിപാടി. മറ്റൊന്ന് സെൻറ്റ് മേരീസ് സ്കൂളിൽ കർദിനാൾ ക്ലിമീസ് ബാവയും ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു പരിപാടി, പട്ടം വാർഡ് കൗൺസിലർ ഉൾപ്പെടെ. ഈ 2 പരിപാടിയിലാണ് ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു 18 20 പരിപാടികളിൽ ഇതിപ്പോൾ രാവിലെ അമ്പലമുക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ എൻ്റെ പേര് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാപ്പനംകോട് വാർഡിൽ നടക്കുന്ന പരിപാടിയിൽ പേര് വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ പൂജപ്പുരയിൽ നടന്ന പരിപാടിയിൽ പേര് വെച്ചിട്ടുണ്ട്. ഈ എല്ലാ പരിപാടികളും കമ്മിറ്റ് ചെയ്ത 2 പരിപാടി, ഒന്ന് ശ്രീകണ്ഠേശ്വരം പാർക്കിനകത്ത്, ഒന്ന് ഈ പരിപാടിയുമാണ്. ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്ത ഇന്ന് രാവിലെ മുതൽ പോവുകയാണ്. കോർപ്പറേഷൻ്റെ ഔദ്യോഗിക പരിപാടി തകരപ്പറമ്പിൽ റോഡ് കെട്ടിയടച്ചു എന്ന് പറഞ്ഞിട്ട് കോർപ്പറേഷൻ അത്തരത്തിലൊരു പരിപാടി തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾ കോർപ്പറേഷനിൽ അന്വേഷിച്ച് നോക്കുക. ഞങ്ങളൊരു പരിപാടി തീരുമാനിച്ചെങ്കിൽ ഞങ്ങളുടെ ഒരു ഘടകത്തിൽ ചർച്ച ചെയ്യണം, മിനിറ്റ്സിൽ രേഖപ്പെടുത്തണം, കോർപ്പറേഷൻ അതിന് ഫണ്ട് അനുവദിക്കണം, കോർപ്പറേഷൻ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തണം, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ചുമതലപ്പെടുത്തണം. അതൊക്കെ രേഖകളിലുണ്ടാകും. ഇത്തരത്തിൽ ഒരു രേഖകളുമില്ല. ഞങ്ങളങ്ങനെ ഒരു പരിപാടി ചർച്ച ചെയ്തിട്ടുമില്ല. പലയിടത്തും മേയർ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പടമുണ്ട്, അതിൽ പ്രധാനമന്ത്രിയുടെ പടമുണ്ട്, ഞങ്ങളുടെ ഡെപ്യൂട്ടി മേയറുടെ പടമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല സ്ഥലത്തും പല നോട്ടീസിലും വെച്ചിരിക്കും. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരായതുകൊണ്ട് തന്നെ ഞങ്ങൾ പണം വയ്ക്കരുത്, പേര് വയ്ക്കരുത്, വന്ന് ക്ഷണിക്കരുതെന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ ഒരു വാർത്ത മാധ്യമങ്ങൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഏത് ഘടകവുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കൊടുത്ത് അവരുടെ വെർഷൻ എടുക്കണ്ടേ. വേറൊന്ന് പറയും, സംഘാടകർ മേയർ ചെല്ലുന്നത് കൊണ്ട് പല സ്ഥലത്തും കോർപ്പറേഷൻ പങ്കെടുക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് കോർപ്പറേഷൻ്റെ ഔദ്യോഗിക പരിപാടിയാണെങ്കിൽ കോർപ്പറേഷൻ്റെ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ചർച്ച ചെയ്യണ്ടേ ആണല്ലോ. കോർപ്പറേഷൻ്റെ ഏതെങ്കിലും രേഖകളുണ്ടാകണ്ടേ. ഞങ്ങൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെയോ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ ചുമതലപ്പെടുത്തണ്ടേ. കോർപ്പറേഷൻ്റെ ഫണ്ട് വിനിയോഗിക്കണ്ടേ. നിങ്ങൾ ഇത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ പോലുള്ള മാധ്യമപ്രവർത്തകർ വാർത്ത കൊടുക്കുമ്പോൾ അത് എവിടെയെങ്കിലും ഒരു അന്വേഷണം നടത്തണ്ടേ. ഞങ്ങളുടെ കോർപ്പറേഷൻ മേയറെയോ ഡെപ്യൂട്ടി മേയറെയോ സെക്രട്ടറിയോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോ, ഞങ്ങളൊരു 10-15 പേരുണ്ടല്ലോ, ആരെങ്കിലും ഒരാളിനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കണ്ടേ. അല്ലാതെ തെറ്റായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ കൊടുത്തിട്ടാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. അല്ല, പരിപാടി തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരുപാട് പരിപാടികളെ കുറിച്ച് എനിക്കറിയാം. ഞാൻ അറിയുന്ന പരിപാടി, അറിയാത്ത പരിപാടിയുണ്ട്. ഞാൻ അറിയുന്ന എല്ലാ പരിപാടിയും ഞങ്ങളുടെ പരിപാടിയോ അല്ലെങ്കിൽ ഞാൻ ഇടപെടേണ്ട പരിപാടിയാണോ? ഇന്നിപ്പോൾ മാതൃഭൂമിയുടെ ഒരു മാധ്യമപ്രവർത്തക ആ കുട്ടി എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. ഞാൻ മാതൃഭൂമിയുടെ മാനേജ്മെൻറ്റ് വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. റോഡിൽ പരിപാടി നടക്കുമ്പോൾ മേയർ ഇടപെടേണ്ടതെന്ന്. മുനിസിപ്പൽ ആക്റ്റിൽ PWD റോഡിൽ ഒരു പരിപാടി നടക്കുമ്പോഴേക്കും മുനിസിപ്പൽ ആക്റ്റിൽ ഏത് സെക്ഷൻ അനുസരിച്ചാണ് മേയർക്ക് ഇടപെടാൻ പറ്റുന്നത്? ഞാൻ പറയട്ടെ ഈ പരിപാടി കോർപ്പറേഷൻ ചർച്ച ചെയ്ത പരിപാടിയല്ല, ഞങ്ങളുടെ ഔദ്യോഗിക പരിപാടിയല്ല. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിരവധി പരിപാടി നടത്തുന്ന ഒരു സംഘടന, അവരൊരു പരിപാടി സംഘടിപ്പിക്കുന്നു, മേയർ അവർ ക്ഷണിക്കുന്നു. അതിലപ്പുറം ഞാനത് പറഞ്ഞല്ലോ പലതവണ. നിങ്ങൾ അല്ല, ഞാൻ പറയട്ടെ അല്ല, എൻ്റെ ഫോട്ടോ വയ്ക്കുന്ന പരിപാടിക്ക് നടപടിയെടുക്കാനൊന്നും പറ്റില്ല. ഞാനൊന്ന് പറയട്ടെ എൻ്റെ ഫോട്ടോ വയ്ക്കുന്ന പരിപാടികളൊന്നും നടപടിയെടുക്കാനൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തനം പറ്റില്ല. അങ്ങനെ തിട്ടൂരൊന്നും പുറപ്പെടുവിക്കാനൊന്നും പറ്റില്ല. ഞങ്ങളൊക്കെ ജനങ്ങളുടെ നിന്ന് വോട്ട് ചോദിച്ച് ജയിക്കുന്നവരാണ്. ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അന്വേഷിക്കും. കോർപ്പറേഷൻ്റെ ഔദ്യോഗിക പരിപാടി റോഡ് കെട്ടിയടച്ച് നടത്തുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ഞങ്ങളോടൊന്നും ചോദിക്കണ്ടേ. ഇത് PWD റോഡ് ഇങ്ങനെ ചെയ്തപ്പോഴേക്കും അവിടുത്തെ പോലീസ് അവിടെ പോയിരുന്നു. അവിടുത്തെ കൃത്യമായിട്ട് ഓരോ പോലീസ് സ്റ്റേഷൻ്റെയും പരിധിയിൽ വന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോലീസ് അറിയണ്ടേ. ഞാൻ മനസ്സിലാക്കിയത് പോലീസ് പോലും 1 മണിക്കൂർ, ഞാൻ അന്വേഷിച്ചു അതിനെക്കുറിച്ച്, 1 മണിക്കൂർ അവർക്ക് പെർമിഷൻ കൊടുത്തിട്ടാണ് ചെയ്തതെന്നാണ് ഞാൻ ചില മാധ്യമപ്രവർത്തകരിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ല, നിങ്ങൾ പോലീസുമായിട്ട് സംസാരിക്കും. എന്നോട് ചില മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചിട്ട് ചില മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞത് അവർ സംഘാടകരോട് ചോദിച്ചപ്പോൾ പോലീസ് പെർമിഷൻ കൊടുത്തു. മാത്രമല്ല അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഉത്തരവാദികൾ. PWD റോഡ് അത്തരത്തിൽ റോഡിൽ ഇടപെട്ട് തടസ്സപ്പെടുത്തുമ്പോഴേക്കും പോലീസുകാർ അവിടെ എന്ത് ചെയ്യായിരുന്നു ഇത്രയും വാർത്ത കൊടുക്കുന്നത് വരെ? അപ്പോൾ മുൻപ് CPM ഇത്തരത്തിലൊരു കാര്യം ചെയ്തപ്പോഴേക്കും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ചില മാധ്യമപ്രവർത്തകർ തോന്നിയതാണ്. ഞങ്ങൾക്ക് ഇതിന് പെർമിഷൻ കൊടുക്കാൻ അനുവാദമുള്ള ഒരു സ്ഥലം മാനവീയ വീതി, പൂജപ്പുര മൈതാനം, ഗാന്ധി പാർക്ക്, നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനം, മറ്റു ചില കോർപ്പറേഷൻ ഉടമസ്ഥയുള്ള പാർക്കുകൾ. ഇതിൽ മാത്രമേ ഞങ്ങൾക്ക് ഇടപെടാനുള്ള അധികാരമുള്ളൂ. മാനവീയ വീതിയിൽ ഏതെങ്കിലും ഒരു പരിപാടി ഇപ്പോൾ റോഡ് മറച്ച് നടക്കാറുണ്ടോ? ഞങ്ങൾ പെർമിഷൻ കൊടുക്കുമ്പോൾ തന്നെ അവരെ വിളിച്ചു പറയാറുണ്ട്, രേഖാമൂലം റോഡ് ഗതാഗതത്തിനൊരു തടസ്സവും വരരുതെന്ന് പറഞ്ഞാണ് മാനവീയ വീതിയിൽ പെർമിഷൻ കൊടുക്കുന്നത്. കോർപ്പറേഷൻ മാനവീയ വീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് കുട്ടികളുടെ ഈ യൂത്ത് ഫെസ്റ്റിവലിന് A+ ഒക്കെ കിട്ടിയ കുട്ടികൾക്ക്, അല്ല A ഗ്രേഡ് കിട്ടിയ കുട്ടികൾക്ക് ഞങ്ങൾ അവാർഡ് കൊടുത്ത പരിപാടി നടത്തു.
ഒരു സ്റ്റേജ് 1 സെൻറ്റിമീറ്റർ പോലും ആ സ്റ്റേജ് കെട്ടാൻ പെർമിഷനുള്ള സ്ഥലം വിട്ട് റോഡിലോട്ട് ഇറങ്ങിയിട്ടില്ല. ഞാൻ കൃത്യമായിട്ട് തലേദിവസം രാത്രിയോടെ പോയി മോണിറ്റർ ചെയ്തിട്ടുണ്ട്. ഇത്രയും കൃത്യമായിട്ട് കോർപ്പറേഷൻ പരിപാടി നടത്തി പോകുമ്പോൾ ഞങ്ങളുടെ രേഖകളിലോ ഞങ്ങളുടെ ഇൻഫർമേഷനിലോ ഇല്ലാത്ത, ഞങ്ങളുടെ ചർച്ചയില്ലാത്ത, ഞങ്ങൾ ഫണ്ട് അനുവദിക്കാത്ത, ഒരു ഉദ്യോഗസ്ഥനെ അനുവദിക്കാത്തൊരു പരിപാടി കോർപ്പറേഷൻ്റെ ഔദ്യോഗിക പരിപാടിയാണെന്ന് തെറ്റായ വാർത്തകൾ കൊടുത്തത് ഈ ശൈലി നിങ്ങൾ തുടരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എൻ്റെ വീട്ടിൻ്റെ 50 മീറ്റർ അപ്പുറത്ത് സുഗതകുമാരി ടീച്ചറിൻ്റെ ഛായാചിത്രം വെച്ചിട്ട് പുഷ്പാർച്ചന നടത്തണമെന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറയട്ടെ, എൻ്റെ വീട്ടിൻ്റെ 50 മീറ്റർ അപ്പുറത്ത് നടന്നു പോകാനുള്ള ദൂരത്ത്, വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്ത് സുഗതകുമാരി ടീച്ചറിൻ്റെ ചിത്രം വെച്ച് പുഷ്പാർച്ചന നടത്തുന്ന ഒരു പരിപാടിയിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകണ്ടെന്ന് പറയണോ? മറ്റൊന്ന്, ഈ പരിപാടിയുടെ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഞാനാണോ? ഞാൻ ആ പരിപാടി പുഷ്പാർച്ചന നടത്തിയിട്ട് ഞാൻ തിരിച്ചു പോരല്ലേ ചെയ്തത്? ഫ്ലാഗ് ഓഫ് ചെയ്ത് ആരാ? അല്ല, ഞാൻ പറയട്ടെ, കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ പരിപാടിയല്ല. നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് രാവിലെ എന്തെങ്കിലും ഒരു വാർത്ത കൊടുക്കണമെന്ന് കരുതിയിട്ട് കൊടുത്തതാണ്. ആ കുട്ടി എന്നോട് ചോദിച്ച ആങ്കർ എന്ത് ബോധ്യത്തിലാണ് ചോദിച്ചത്? ഞാൻ പറയട്ടെ നിങ്ങൾ വാർത്ത സ്റ്റേജിൽ റോഡിലോട്ട് ഇറക്കിയാണ് സ്റ്റേജ് കെട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാർത്തയിൽ കഴമ്പുണ്ട്. അത് കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ പരിപാടിയെന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങളുടെ അറിവില്ലായ്മ, അല്ല നിങ്ങൾ ബോധപൂർവ്വം പറഞ്ഞത്. ആ മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, ആ റോഡിൽ കെട്ടുമ്പോൾ കോർപ്പറേഷൻ ഇടപെടേണ്ടതെന്ന്. ആ റോഡ് PWD റോഡിൽ കെട്ടുമ്പോഴേക്കും പോലീസും PWD ആണ് ഇടപെടേണ്ടത്. കോർപ്പറേഷന് പെർമിഷൻ കൊടുക്കാനുള്ള സ്ഥലത്ത് മാത്രമേ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് എനിക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. തർക്കമില്ല, ആർക്കുമില്ല തർക്കമില്ല. നിങ്ങളുടെ അറിവില്ലായ്മ തിരുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അക്കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിക്കാം, അക്കാര്യങ്ങൾ പരിശോധിക്കാം. എൻ്റെ ചിത്രവും എൻ്റെ ബോർഡും വെച്ചിട്ട്, എൻ്റെ പേരും വെച്ചിട്ട് നിരവധി പരിപാടികൾ പല സ്ഥലങ്ങളിലും പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പോകാൻ വേണ്ടി തീരുമാനിച്ച 2 പരിപാടി, ഒന്ന് സെൻറ്റ് മേരീസ് സ്കൂളിലും ഒന്ന് ശ്രീകണ്ഠേശ്വര പാർക്കിലാണ്. ഈ 2 പരിപാടിയും ഞാൻ പങ്കെടുത്തു. അല്ല, ഞാൻ പറയട്ടെ, നിങ്ങളിപ്പോൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഫോട്ടോ വെച്ചു എന്ന് പറഞ്ഞു. മാതൃഭൂമിയിൽ വാർത്ത വന്നപ്പോൾ തന്നെ ഞാൻ ഞങ്ങളുടെ ഫോട്ടോ വയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അവർ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ പിറകെ നടക്കാൻ പോകുന്നില്ല. ഞാനത് നോക്കാൻ അന്വേഷിക്കാം. അപ്പം മേയർ പങ്കെടുക്കുന്ന പരിപാടികളെന്നുള്ള നിലയ്ക്ക് അവിടെ വന്ന നോട്ടീസുകളൊക്കെ അറിയുന്നത്. ഞാൻ പങ്കെടുക്കാൻ തീരുമാനിച്ച 2 പരിപാടിയേ ഉള്ളൂ. അതൊന്ന് സെൻറ്റ് മേരീസ് സ്കൂളിലും ശ്രീകണ്ഠേശ്വര പാർക്ക്, ആ 2 പരിപാടിയിലും പങ്കെടുത്തു. ഇനി ഇവിടെ ജൂൺ 5-ാം തീയതി കോർപ്പറേഷനിൽ നടക്കുന്ന എന്നെ വിളിക്കുന്ന എല്ലാ പരിപാടിയിലും പോയി കഴിഞ്ഞാൽ അടുത്ത ജൂൺ 5 തീരില്ല. അപ്പോൾ നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോഴേക്കും ഒരു ഭാഗം കൂടെ ഒന്ന് ചോദിക്കണം. മിനിമം നമ്മളൊക്കെ എപ്പോഴും വിളിക്കുന്നതല്ലേ, നിങ്ങൾക്ക് ഞങ്ങളുടെ കോർപ്പറേഷൻ ബന്ധപ്പെട്ട് ആരെങ്കിലും ഒരാളിനെ വിളിച്ചിട്ടൊന്ന് ചോദിച്ചുകൂടെ? അങ്ങ് ഏറിയത് 1.5 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ വിളിച്ച് ചോദിക്കുന്നത്. പിന്നെ ആങ്കർമാരോടൊക്കെ മിനിമം ചോദിക്കുമ്പോഴേക്കും ആ ആക്ടിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കുറച്ച് ബോധത്തോടെ ചോദിക്കാൻ പറയണം. മുനിസിപ്പൽ ആക്ടിൽ PWD റോഡിൽ അവർ സ്റ്റേജ് കെട്ടുന്ന ഇടപെടാനായിട്ട് ഒരു വകുപ്പില്ലെന്ന് ആ കുട്ടിയോടൊന്ന് പറഞ്ഞു കൊടുത്തേക്കും. ഓക്കെ, നമസ്തേ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.